ഹായ് ഹലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി അതുപോലെ തന്നെ നൈസ് പത്തിരിയാണ്. അങ്ങനെ നമ്മൾ നൈസ് പത്തിരിക്ക് പരത്തി റെഡിയാക്കി വെച്ചിരിക്കണേ. പിന്നെ നമ്മളത് ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കണ കൂടെ തന്നെ അപ്പുറത്ത് ഇതാ ചായയും റെഡിയാക്കുന്നുണ്ട്. സ്കൂളുള്ള ദിവസമായതുകൊണ്ട് എല്ലാതും ഫാസ്റ്റാക്കി തന്നെ ചെയ്യാണ്. പിന്നെ കടലക്കറി പട്ടാണി കടല കേട്ടോ കറി, അത് തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കറിക്ക് ഇതാ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ ദിവസമാകുമ്പോൾ രാവിലെ ഭയങ്കര പണിയാണ്, അപ്പോൾ വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല. ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം വേണം മോൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാൻ. അങ്ങനെ മോൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്തെടുക്കുകയാണ്. അയൺ ചെയ്തതിന് ശേഷം പിന്നെ മോൻക്കിതാ ഫുഡ് കൊടുക്കണം. പത്തിരിയും കടലക്കറിയാണ്. അവനക്കത് കൊടുത്തോ ഒറ്റക്ക് തന്നെ തിന്നു, കുറച്ച് തിന്നുള്ളൂ, എന്നാലും അവൻ ഒറ്റക്ക് തന്നെ കഴിക്കും. അത് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ അവൻ്റെ ഫുഡൊക്കെ റെഡിയാക്കി, ലഞ്ച് ബോക്സും സ്നാക്സും വെള്ളമൊക്കെ റെഡിയാക്കി. ലഞ്ചിന് കൊണ്ടുപോയാൽ അവന് പത്തിരി തന്നെയാണ്. പിന്നെ അവന് സ്കൂൾ പോക്കും എല്ലാതും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാണ്. അതാണല്ലോ ഏറ്റവും ടാസ്ക്കുള്ള പണി. ഒരുപാട് പാത്രങ്ങളുണ്ട്. അധിക ദിവസം ഞാൻ എടുക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങനെ കഴുകി വെക്കലുണ്ട്. പക്ഷേ ഇന്നിപ്പം കുറച്ച് അധികമായി. അങ്ങനെ നമ്മൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രം കഴിക്കണ ഇടയിൽ തന്നെ നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ചിക്കണേ. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണ്ട. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ കുറച്ച് ചീരൊക്കെ ഉണ്ട്, വള്ളിച്ചീരയാണ് ഉള്ളത്. ചുവപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കറി ഉണ്ടാക്കിയാൽ. അതും ചക്കക്കുരു ഇട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ആ വള്ളിച്ചീര. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വെറ്റിലൊക്കെ ഉണ്ട്. വെറ്റില വള്ളി ഇപ്പോൾ അടുത്ത് കുഴിച്ചിട്ടതാണ്. മാഷാഅല്ലാഹ് നന്നായി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ കാന്താരിയാണ്, വെള്ളക്കാന്താരിയാണ്, അതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന്മേൽ ഒന്ന് പറിച്ച് നോക്കി മൂത്തത്. ബാക്കിയൊന്നും മൂത്തിട്ടില്ല. ഇത് നല്ലോണം മൂത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് വന്ന് അപ്പോൾ ഇതിന് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ചോറിന് വെച്ചാൽ. അങ്ങനെ അരിയൊക്കെ കഴുകിയിടാണ്. അരി കഴുകി വൃത്തിയാക്കി നമ്മൾ ഇടാണ്. പിന്നെ അവിടെ എന്താ കുപ്പിന്ന് കരുതണ്ട, ആ കുപ്പി കഴുകി വെച്ചതാണ്. മഴ ആയതുകൊണ്ട് പുറത്ത് ഉണക്കാൻ വെക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെ നിന്ന് മക്കൾ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ. മോനൊക്കെ പോയി. പിന്നെ നമ്മൾ അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാണ്. പുറത്ത് നല്ല മഴയാണ്, ഭയങ്കര മഴയാണ്, കാറ്റും ഉണ്ട്. തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അലക്കാൻ കുറച്ചുണ്ടായിന്, അതൊക്കെ എടുത്തിട്ട് പിന്നെ ഇന്ന് ചക്കക്കുരും ചീരൻ്റെ ഇലയാണല്ലോ കറി. അങ്ങനെ ഇതാ ചക്കക്കുരൊക്കെ തൊലി കളഞ്ഞ് നന്നാക്കാണ്. ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ ആ കാപ്പിത്തൊല്ലി ആദ്യമൊക്കെ കളയലിനെ. പിന്നെയാണ് ആരോ പറഞ്ഞത് അത് നല്ല വിറ്റാമിൻ അതിലാണുള്ളതെന്ന്. അപ്പോൾ പിന്നെ അത് കളയില്ല, മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കട്ടോ. മാഷാഅല്ലാഹ് നമുക്കിപ്പോൾ ചെറിയൊരു ഫാമിലി ആയിരിക്കും. നമുക്കിനി എല്ലാവരും സഹകരിച്ചതൊന്ന് വലുതാക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചക്കക്കുരു ഇതാ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിക്കണേ. പിന്നെ നമ്മൾ ചീരൻ്റെ ഇതാ കഴുകി വൃത്തിയാക്കി. ഇനി അത് ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് കറി വെക്കാനും വേണ്ടി. ചക്കക്കുരും ചീരൻ്റെ എല്ലാം ഒപ്പം കേട്ടോ അരിഞ്ഞ് വെക്കണത്. ചീര ചെറുതായി അരിഞ്ഞിടും, വേഗം താളിപ്പോവുമല്ലോ. ഈ ചീരൻ്റെ കൂടെ അതുപോലെ തന്നെ പരിപ്പിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള ചീരയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് മുളകാണ് എടുത്തത്, 3 മുളകാണ് എടുത്തത്. ഇവിടെ വലിയ എരിവ് ഇഷ്ടമല്ല, അപ്പോൾ 3 എടുത്തിട്ടുള്ളൂ. അത് ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു തക്കാളി,
പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി ഇടണില്ല. മുളക് പൊടി എരിവ് പറ്റാത്തതുകൊണ്ട് അതിടില്ല. പിന്നെ ഉപ്പിട്ടെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് ചക്കക്കുരു അതിലിട്ട് അങ്ങനെ നമ്മളത് വേവിച്ചെടുക്കണേ. പിന്നെ കറിയിലേക്ക് തേങ്ങ ചിരണ്ടി, അതുപോലെ തന്നെ തേങ്ങയ്ക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ടുകയാണ് നമ്മൾ അരിച്ചെടുക്കണത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കറിക്ക് റെഡി ആയതിന് ശേഷം അത് വറവിട്ടെടുക്കാം കേട്ടോ. കറിവേപ്പിലയും കടുകും ഇട്ടാണ് വറവിട്ടെടുക്കുന്നത്. തേങ്ങ പാരണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ കറി റെഡിയായി. പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പണി അതിൻ്റെ ഇടയിൽ എടുത്തിക്കണം. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഉച്ചക്ക് ഫുഡ് കഴിക്കുകയാണ്. ചീരക്കറിയും പിന്നെ അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും അച്ചാറുമാണ്. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെയൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത്, മഴ ആയതുകൊണ്ട് വല്ലാണ്ട് മീനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്ന് സിറ്റ് ഔട്ടിൽ പോയിരിക്കും. ഫുഡ് കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ പോയിരുന്ന് ഇതാ നല്ല മഴയാണ്, മഴയും കാറ്റൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു വൈബാണല്ലോ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ. മക്കളൊക്കെ സ്കൂളിലേക്ക് പോയത്, അവർ വരാനായി. എനിക്ക് നല്ല പേടിയാണ്, കാറ്റ് അതുപോലെ ഇടിയൊക്കെ പേടിയാണ്. മഴ പെയ്യുമ്പോൾ പൊതുവെ പുറത്ത് വല്ലാണ്ട് ഇരിക്കലില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ വരാനായി. മക്കൾ വന്ന് അവർ ഫ്രഷ് ആയതിന് ശേഷം ചായ കുടിക്കേണ്ട ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരത്തെ നല്ല ചൂടുള്ള ചായയും റസ്ക്കാണ്. മഴയത്ത് നല്ല ചൂടുള്ള ചായ റസ്ക് നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വൈകുന്നേരം മക്കൾ പഠിക്കാനിരുന്ന് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സ്കൂളിൽ തന്നെ കുറച്ച് നേരം ഒന്ന് പഠിക്കും. പിന്നെ രാത്രിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. അസ്സലാമു അലൈക്കും.